ബിസിനസ്സുകാരനായിട്ട് മാറാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇത് വിറ്റ് പരിചയമുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് കൂടുതൽ വിറ്റ് ആരുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഒരു ആവശ്യക്കാരനുണ്ട്. ആ ആവശ്യക്കാരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടും. എന്നാ പിന്നെ ആ പണിയും എടുത്താൽ പോരെ. വെറുതെ എന്തിനാ നാട്ടില് ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യം? ആ ഒരൊറ്റ കാരണം എന്റെ മൈൻഡിൽ എനിക്കൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുന്ന ഏറ്റവും മാത്രമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലക്ഷങ്ങളോ കോടികളോ ഞാൻ ഇവിടെ ചെലവാക്കേണ്ട ആവശ്യമില്ല. വണ്ടി വേണ്ട, ട്രാൻസ്പോർട്ടേഷന് വണ്ടി വേണ്ട, സാലറി കൊടുക്കണ്ട, എംപ്ലോയീസിനെ വെക്കണ്ട. ഈ പ്രോഡക്റ്റുകൾ ഓൺലൈൻ വഴി എത്ര ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നോ ആ പർച്ചേസിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഒരു 500 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഞാനത് വിൽക്കാൻ ശ്രമിച്ചു, ഒരുപാട് ആളുകൾക്ക് വിറ്റു. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഞാൻ വിറ്റ എന്റെ സറൗണ്ടിങ്ങിൽ മാത്രമേ എനിക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടുതൽ വിൽപ്പിക്കാൻ പറ്റിയ ആളുകളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് മുഴുവൻ ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ സാധിക്കും. ഞാൻ ആളുകൾക്ക് ഫ്രാഞ്ചൈസീസുകൾ കൊടുത്തു. എന്റെ ഈ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് ക്ലയൻസിന് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരുപാട് ആളുകളിലേക്കും ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റ് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ വരുമാനം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടേയിരുന്നു. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ബിസിനസിന്റെ സാധ്യത നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് ടാക്സിലാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ആ TDS അല്ലെങ്കിൽ GST ഒക്കെ കിട്ടുന്നതിലൂടെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്. പക്ഷെ യഥാർത്ഥമായിട്ടും ഇന്നത്തെ കോടീശ്വര